യുകെയിലെ നോർത്തേൺ അയർലൻഡിന്റെ തലസ്ഥാനമായ ബെൽഫാസ്റ്റ് നഗരത്തെ പൂർണ്ണമായും നിശ്ചലമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട വംശീയ കലാപങ്ങളും അക്രമാസക്തമായ തെരുവ് യുദ്ധങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സുഡാൻ സ്വദേശിയായ ഒരു കുടിയേറ്റക്കാരൻ നടത്തിയ മാരകമായ കത്തിക്കുത്ത് ആക്രമണവും അതിനെ തുടർന്ന് അയാൾക്കെതിരെ ഉയർന്ന വധശ്രമ കേസുമാണ് ഈ വൻ ജനരോക്ഷത്തിന് കാരണമായത്. ഈ ഒറ്റ സംഭവം നോർത്തേൺ അയർലൻഡിൽ വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന കുടിയേറ്റ വിരുദ്ധ വികാരത്തെ ഒറ്റ രാത്രി കൊണ്ട് ആളിപ്പടർത്തുന്ന ഒന്നായി മാറി. ആക്രമണത്തിലിരയായ വ്യക്തി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുമ്പോൾ തന്നെ ബെൽഫാസ്റ്റിലെ തെരുവുകൾ പൂർണ്ണമായും പ്രതിഷേധക്കാരുടെ കൺട്രോളിലായി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒത്തുചേർന്ന കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങളും തദ്ദേശീയരായ ജനക്കൂട്ടവും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. റോഡുകളിൽ ടയറുകളും വാഹനങ്ങളും കത്തിച്ചും പോലീസിന് നേരെ കല്ലുകളും പെട്രോൾ ബോംബുകളും എറിഞ്ഞും പ്രതിഷേധക്കാർ നഗരത്തെ ഒരു യുദ്ധക്കളമാക്കി മാറ്റി. തുടക്കത്തിൽ ബെൽഫാസ്റ്റിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ അക്രമ സംഭവങ്ങൾ മണിക്കൂറുകൾക്കകം തന്നെ യുകെയുടെ മറ്റ് പ്രധാന നഗരങ്ങളിലേക്കും വ്യാപിച്ചു എന്നതാണ് ഈ പ്രതിസന്ധിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് തുടങ്ങിയിടങ്ങളിലെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ ഈ സാഹചര്യം മുതലെടുത്ത കുടിയേറ്റക്കാർക്കെതിരെ പരസ്യമായി തെരുവിലിറങ്ങി. പലയിടങ്ങളിലും കുടിയേറ്റക്കാരുടെ ബിസിനസ് സ്ഥാപനങ്ങളും താമസ സ്ഥലങ്ങളും ലക്ഷ്യമിട്ട് കനത്ത ആക്രമണങ്ങൾ നടന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ നോർത്തേൺ അയർലൻഡ് പോലീസും ബ്രിട്ടീഷ് സുരക്ഷാ വിഭാഗങ്ങളും നഗരങ്ങളിലെ സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസിനെ തെരുവിൽ വിന്യസിച്ചും അടിയന്തര തടസ്സങ്ങൾ സൃഷ്ടിച്ചും അക്രമികളെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്നിരുന്നാലും സോഷ്യൽ മീഡിയ വഴി വ്യാപിപ്പിക്കുന്ന അതിരൂക്ഷമായ കുടിയേറ്റ വിരുദ്ധ സന്ദേശങ്ങൾ ജനക്കൂട്ടത്തെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങളുടെ സുരക്ഷ, അനധികൃത കുടിയേറ്റം, വിദേശികളുമായുള്ള പ്രാദേശിക ജനവിഭാഗങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെ ചൊല്ലി യുകെയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന കടുത്ത അസംതൃപ്തിയാണ് ഈ കലാപത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. തദ്ദേശീയരുടെ തൊഴിലവസരങ്ങളും സംസ്കാരവും സുരക്ഷിതത്വവും ഇല്ലാതാക്കുന്ന രീതിയിലാണ് നിലവിലെ കുടിയേറ്റ നയങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആരോപണം. ഈ ഒരു വലിയ അവിശ്വാസം ഭരണകൂടത്തിന് മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ബെൽഫാസ്റ്റിലെ തെരുവുകൾ പൂർണ്ണമായും അരാജകത്വത്തിലേക്ക് വീണതോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കും നോർത്തേൺ അയർലൻഡ് ഭരണകൂടത്തിനും നേരെ പ്രതിപക്ഷത്തു നിന്നും പൊതുജനങ്ങളിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ക്രമസമാധാനം തകർന്ന ഈ സാഹചര്യത്തിൽ അക്രമികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. എന്നാൽ കുടിയേറ്റ നിയമങ്ങൾ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്താതെ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിയില്ലെന്ന് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ലണ്ടനിലെയും ബെൽഫാസ്റ്റിലെയും നയതന്ത്ര വൃത്തങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ ജനരോക്ഷം കേവലം ഒരു കത്തിക്കുത്ത് സംഭവത്തോട് പ്രതികരിച്ചുകൊണ്ടുണ്ടായ താൽക്കാലികമായ ഒന്നാണോ, അതോ യുകെ വരും ദിവസങ്ങളിൽ പൂർണ്ണമായും വിഴുങ്ങാൻ പോകുന്ന വലിയൊരു വംശീയ പ്രതിസന്ധിയുടെ തുടക്കമാണോ എന്നാണ്. കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്ന അന്താരാഷ്ട്ര നിയമങ്ങളും സ്വന്തം ജനതയുടെ സുരക്ഷയും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുമെന്ന വലിയ ചോദ്യത്തിന് മുന്നിലാണ് ബ്രിട്ടീഷ് ഭരണകൂടം നിലനിൽക്കുന്നത്. കലാപത്തെ തുടർന്ന് നോർത്തേൺ അയർലൻഡിലെ പല പ്രദേശങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളും സ്കൂളുകളും താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾക്കും പ്രവാസികൾക്കും യുകെ സർക്കാർ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അക്രമങ്ങൾ തുടർന്നാൽ അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ആഗോള പ്രതിച്ഛായയെയും കടുത്ത രീതിയിൽ ബാധിക്കുമെന്ന ഭയം ലണ്ടനുണ്ട്. ഈ വംശീയ അസ്ഥിരത യുകെയിലെ കുടിയേറ്റ സമൂഹങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഭീതിയാണ് പടർത്തിയിരിക്കുന്നത്. ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും തൊഴിലാളികളും തങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി വീടുകളിൽ തന്നെ കഴിയാൻ നിർബന്ധിതരായിരിക്കുന്നു. വംശീയ അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും തടയുന്നതിൽ പോലീസ് പരാജയപ്പെടുന്നുവെന്ന ആക്ഷേപവും മനുഷ്യാവകാശ സംഘടനകൾ ഉയർത്തുന്നുണ്ട്. ബ്രിട്ടീഷ് സമൂഹത്തിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ കടുത്ത ആഭ്യന്തര വിള്ളൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണമായ ചർച്ചകൾക്ക് വഴിതുറക്കും. നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് എത്തുന്ന കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട നയങ്ങൾ കർശനമാക്കണമെന്ന ആവശ്യം ഭരണകക്ഷിയിൽ തന്നെ ഒരു വിഭാഗം ശക്തമാക്കുകയാണ്. വംശീയ കലാപങ്ങൾ ആളിപ്പടരുന്ന ഈ പശ്ചാത്തലത്തിൽ യുകെയുടെ ആഭ്യന്തര സുരക്ഷാ നയങ്ങളിൽ വലിയൊരു മാറ്റം അനിവാര്യമായിരിക്കുകയാണ്. ബെൽഫാസ്റ്റിൽ കത്തിപ്പടർന്ന ഈ കുടിയേറ്റ വിരുദ്ധ കലാപം കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് യൂറോപ്പ് ഒട്ടാകെ നിലനിൽക്കുന്ന കുടിയേറ്റ പ്രതിസന്ധിയുടെ ഒരു ചെറിയ പ്രതിഫലനം മാത്രമാണ്. തോക്കുകളും പെട്രോൾ ബോംബുകളുമായി ജനങ്ങൾ തെരുവിൽ ഏറ്റുമുട്ടുമ്പോൾ നയതന്ത്ര ചർച്ചകളിലൂടെയും കർശനമായ നിയമനിർമ്മാണങ്ങളിലൂടെയും മാത്രമേ ഈ ആഭ്യന്തര യുദ്ധസമാനമായ അന്തരീക്ഷത്തെ ശാന്തമാക്കാൻ സാധിക്കൂ എന്ന് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നു.
വരും ദിവസങ്ങളിൽ UK സർക്കാർ സ്വീകരിക്കുന്ന കടുത്ത സുരക്ഷാ നടപടികളായിരിക്കും ഈ പ്രതിസന്ധിയുടെ ഭാവി നിർണ്ണയിക്കുക.